ഇന്റർവ്യൂവിൽ സാലറി എക്സ്പെക്ടേഷൻസിനെ പറ്റി ചോദിക്കുമ്പോൾ പറയാനുള്ള ബാക്കി കുറച്ച് ഫ്രേസസും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. കമോൺ. ഇന്റർവ്യൂവിൽ പ്രീവിയസ് എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ ആൻസർ ചെയ്യാറ്? അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോലും ചാൻസ് ഇല്ല. പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുമ്പോൾ എങ്ങനെ നന്നായിട്ട് ആൻസർ ചെയ്യാന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. കമോൺ. I worked there for 1 year and did many things. നമ്പർ 1, ബീങ് ടു വേഗ്. ക്ലാരിറ്റി ഇല്ലാത്ത ആൻസർ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തരില്ല. നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു, എവിടേക്കോ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല ഇൻ്റർവ്യൂവറിന് വേണ്ട ആൻസർ. നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് കഴിഞ്ഞ സ്ഥാപനത്തിൽ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ഐ ഡിഡ് മെനി തിങ്സ് എന്ന് പറയുന്നതിൻ്റെ പകരം എന്താണ് ആ മെനി തിങ്സ് എന്നുള്ള കാര്യം ക്ലിയർ ആയി ലിസ്റ്റ് ചെയ്തുകൊണ്ട് പറയാം. വിച്ച് വിൽ ക്രിയേറ്റ് എ ബെറ്റർ ഇമ്പാക്റ്റ് ഓൺ ദ ഇൻ്റർവ്യൂവർ. I worked there for 1 year as a sales associate where I handled customer interactions, managed billing and supported daily store operations. My job was to teach students and check papers. നമ്പർ 2, ലിസ്റ്റിംഗ് ഡ്യൂട്ടീസ് വിത്തൗട്ട് ഇമ്പാക്ട്. നിങ്ങൾ ഇതിന് മുന്നത്തെ സ്ഥാപനത്തിൽ എന്തൊക്കെ ജോലി ചെയ്തു എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജോലി കൊണ്ട് ആ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ആ ജോലി കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നും കൂടിയാണ് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. സോ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിനുള്ള ആൻസർ ഇങ്ങനെയായിരിക്കണം. വെറുതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്, അത് നിങ്ങൾക്കും അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിനും അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. I taught English to grade 8 students, designed lesson plans and improved class performance by focusing on communication skills and regular assessments. Long confusing story without clear points. നമ്പർ 3, ടോക്കിംഗ് ടു മച്ച് വിത്ത് നോ സ്ട്രക്ചർ. നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലത് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, ചില ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഈ എല്ലാ നല്ല കാര്യങ്ങളും പറയാൻ നിങ്ങൾക്ക് നല്ല ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ എല്ലാ കഥകളും ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഷോർട്ട് ആൻഡ് ക്രിസ്പാക്കി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഏതോ ഒരു ദിവസം ഇതൊക്കെ ചെയ്തു, ഏതോ ഒരു 2 കൊല്ലം മുന്നേ ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം, അതിൽ ആരൊക്കെ വന്നു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഉണ്ടായി, ഈ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. എന്താണ് കറക്റ്റായിട്ട് നടന്നത്, അതുകൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, അങ്ങനെ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആക്കി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. I worked as an HR assistant, managed recruitment coordination and helped reduce hiring time by improving interview scheduling. The company was bad management and didn't support me. സ്പീക്കിംഗ് നെഗറ്റീവ്ലി അബൌട്ട് പാസ്റ്റ് ജോബ്. കഴിഞ്ഞ ജോലി നല്ല ബോറായിരുന്നു, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് ശരിയില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ജോലി കഴിഞ്ഞ് നിങ്ങൾ അടുത്തൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഈ കമ്പനിയെ പറ്റി നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇൻ്റർവ്യൂവറിന് ലഭിക്കുക. അതിന് പകരം നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? അവിടെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, ഇനി എനിക്ക് പുറത്ത് പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനായിരിക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു റോൾ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പഴയ ജോബിനെ പറ്റി നിങ്ങൾ കുറ്റം പറഞ്ഞുമില്ല, എന്നാൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ആണ് നോക്കുന്നത് എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇന്റർവ്യൂവറിന് ഉണ്ടാവുക. I learned valuable skills there, but I am now looking for better growth opportunities and new challenges. I just followed instructions. നെക്സ്റ്റ് 1, നോട്ട് ഷോയിങ് സ്കിൽസ്. ഞാൻ അവർ പറഞ്ഞ പോലെ കേട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ പണി ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസും ഇന്നോവേഷൻസും ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, അതിനനുസരിച്ച് വർക്ക് കൊണ്ടുവന്നു, അതിനനുസരിച്ച് റിസൾട്ട് കൊണ്ടുവന്നു എന്നൊക്കെ വേണം നിങ്ങളുടെ ആൻസർ. സോ കുറേ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ കാണിക്കാൻ പാടില്ല. I developed strong communication, teamwork and problem-solving skills while handling daily tasks. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ബാക്കി കുറച്ച് മെത്തേഡ്സും കൂടി ഉണ്ട്, അത് നമുക്ക് പാർട്ട് 2 നോക്കാം. സോ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. ഇനി നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കഫേ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ ജനറൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും കൂടി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.